ഇന്ത്യക്കാർക്ക് വലിയ ആശ്വാസമേകുന്ന വാർത്തയുമായി ഇന്ത്യയുടെ NPCI ഇന്റർനാഷണൽ പേയ്മെന്റ് ലിമിറ്റഡ്. ഇന്ത്യക്കാർക്കിനി UAE-യിൽ വെച്ചായാലും സ്വന്തം നാട്ടിലെന്ന പോലെ പണമിടപാട് നടത്താം. നെറ്റ്വർക്ക് ഇന്റർനാഷണലുമായി സഹകരിച്ച് ഇന്ത്യക്കാർക്ക് QR കോഡ് വഴി UPI ഇടപാടുകൾ നടത്താൻ സൗകര്യമൊരുക്കുന്നു എന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. മേഖലയിലെ വികസനത്തിനും വ്യവസായ മേഖലയ്ക്കും വലിയ സംഭാവന നൽകുന്ന ഇന്ത്യൻ പ്രവാസികൾക്കും സഞ്ചാരികൾക്കും ഏറെ ഗുണകരമാവുന്നതായിരിക്കും ഈ സംവിധാനം. ഇന്ത്യൻ സഞ്ചാരികളുടെയും പ്രവാസികളുടെയും പ്രിയപ്പെട്ട കേന്ദ്രങ്ങളായ ദുബായ് മാൾ, എമിറേറ്റ്സ് മാൾ, മറ്റ് പ്രധാന ചെറുകിട സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം വൈകാതെ തന്നെ UPI ഇടപാടുകൾക്ക് സൗകര്യമൊരുക്കാനാണ് NPCI ഇന്റർനാഷണലിന്റെ ശ്രമം. ജൂലൈ 3 ബുധനാഴ്ച ദുബായിൽ വെച്ച് ഇന്ത്യൻ കോൺസുൽ ജനറൽ സതീഷ് കുമാർ ശിവന്റെ സാന്നിധ്യത്തിൽ വെച്ച് നടന്ന ചടങ്ങിലാണ് പദ്ധതി പ്രഖ്യാപിച്ചത്. ആശുപത്രികൾ, റീറ്റെയിൽ സ്റ്റോറുകൾ, ഗതാഗത സ്ഥാപനങ്ങൾ, സൂപ്പർ മാർക്കറ്റുകൾ തുടങ്ങി 60,000-ലധികം വ്യവസായിക കേന്ദ്രങ്ങളിലുള്ള 2 ലക്ഷത്തോളം പോയിന്റ് ഓഫ് സെയിൽ ടെർമിനലുകളിൽ ഇനി മുതൽ UPI സൗകര്യം ലഭ്യമാകും. UPI ഇടപാടുകൾ പൂർണ്ണമായും സുരക്ഷിതമായിരിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. വാലറ്റ് പോലെ എളുപ്പത്തിൽ പണമിടപാടുകൾ നടത്താനുള്ള പുതിയ മാർഗം നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും റിസർവ് ബാങ്കും ചേർന്ന് തയ്യാറാക്കിയ പണമിടപാടിനുള്ള ഏകീകൃത ആപ്ലിക്കേഷനാണിത്. ഏത് 2 ബാങ്ക് അക്കൗണ്ടുകൾ തമ്മിലും പണം കൈമാറാം. ഓൺലൈനായോ ഓഫ്ലൈനായോ ഉപയോഗിക്കാം. വികേന്ദ്രീകൃത ശൃംഖലാ സംവിധാനമാണ് ഇതിനുപയോഗിക്കുന്നത്. പണം നൽകേണ്ടയാളുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ പോലും അറിയണമെന്നില്ല. നെറ്റ് ബാങ്കിംഗ്, ഡെബിറ്റ്, ക്രെഡിറ്റ് കാർഡുകൾ, വാലറ്റ് എന്നിവ ആവശ്യമില്ല. ബാങ്ക് അക്കൗണ്ടുമായി മാത്രമാണ് ബന്ധിപ്പിക്കാനാകുക. UPI എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് റീറ്റെയിൽ പേയ്മെന്റ് സംവിധാനത്തിന്റെ ആംബ്രല്ലോ സ്ഥാപനമായ നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയാണ് റിസർവ് ബാങ്കിന്റെയും ഇന്ത്യൻ ബാങ്ക് അസോസിയേഷന്റെയും മാർഗനിർദ്ദേശത്തിൽ ഈ സംവിധാനം ലഭ്യമാക്കിയിട്ടുള്ളത്. റിസർവ് ബാങ്ക് ഗവർണറായിരുന്ന രഘുറാം രാജന്റെ പ്രത്യേക താൽപര്യപ്രകാരമാണ് ഇത് നടപ്പിലാക്കിയിരുന്നത്. ഡിജിറ്റൽ പേയ്മെന്റാണ് UPI ലക്ഷ്യം വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡിജിറ്റൽ ബാങ്കിംഗ് സേവനം ലഭ്യമാകുന്ന എവിടെയും UPI ആപ്പ് ഉപയോഗിച്ച് പണം കൈമാറ്റം നടത്താം. പണം നൽകുന്നയാൾക്കും പണം സ്വീകരിക്കുന്ന ആൾക്കും വെർച്വൽ ID ഉണ്ടാകണമെന്ന് മാത്രം. ഓൺലൈൻ ടാക്സി സർവീസുകൾ, റെസ്റ്റോറന്റ് ബില്ലുകൾ, സാധനങ്ങൾ വാങ്ങുന്നതിന്റെ ബില്ലുകൾ തുടങ്ങിയവ എല്ലാം സാമ്പത്തിക ഇടപാടുകളും UPI ഉപയോഗിച്ച് നടത്താം. അതിനിടെ ലോകത്തെ ഏറ്റവും അധികം സമ്പന്നർ സ്ഥിരതാമസമാക്കുന്ന നഗരമായി UAE മാറുമെന്ന റിപ്പോർട്ട്. മറ്റ് രാജ്യങ്ങളെയെല്ലാം പിന്തള്ളി ശതകോടീശ്വരന്മാരെ ഏറ്റവും അധികം ആകർഷിക്കുന്നത് UAE ആണെന്നാണ് ഇന്നലെ ഹെൻലി ആൻഡ് പാർട്ട്നേഴ്സ് പുറത്തിറക്കിയ ഹെൻലി പ്രൈവറ്റ് വെൽത്ത് മൈഗ്രേഷൻ റിപ്പോർട്ട് 2024 പറഞ്ഞിരിക്കുന്നത്. UK-യിൽ നിന്നും യൂറോപ്പിൽ നിന്നുള്ള സമ്പന്നരുടെ ഒഴുക്ക് കാരണം തുടർച്ചയായി 3-ാം തവണയും UAE സമ്പന്നരെ ആകർഷിക്കുന്നതിൽ 1-ാം സ്ഥാനത്തെത്തുമെന്നാണ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യ, മിഡിൽ ഈസ്റ്റ് മേഖല, റഷ്യ, ആഫ്രിക്ക എന്നിവിടങ്ങളിൽ നിന്നുള്ളവരുടെ എണ്ണം വർദ്ധിച്ചതും ബ്രിട്ടീഷുകാരുടെയും യൂറോപ്യന്മാരുടെ വരവ് വൻതോതിൽ കൂടിയതും UAE-ക്ക് അനുകൂലമായി. ഇതിലൂടെ നിലവിൽ 1-ാം സ്ഥാനത്തുള്ള US-നേക്കാൾ ഇരട്ടിയോളം കോടീശ്വരന്മാർ 2024 UAE-യിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായും റിപ്പോർട്ടിലുണ്ട്. അതിനിടെ സീറോ ഇൻകം ടാക്സ്, ഗോൾഡൻ വിസ, ലക്ഷറി ലൈഫ് സ്റ്റൈൽ, എമിറേറ്റ്, ഫ്ലൈ ദുബായ് പോലുള്ള പ്രാദേശിക വാഹകരുമായി എളുപ്പത്തിൽ ബന്ധപ്പെടാൻ കഴിയുക തുടങ്ങിയ കാരണങ്ങളാണ് യൂറോപ്യൻ പൗരന്മാരെ UAE-യിലേക്ക് ആകർഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.